ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ 24 hours 2-wheeler ചലഞ്ച്. ഗൈസ്, അപ്പോൾ ഞാൻ തന്നെയാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അമ്മയില്ല, അനിയത്തിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ തന്നെയാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താവുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക. വണ്ടിയായിട്ട് ഇറങ്ങാട്ടോ നമുക്കപ്പോൾ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ കുടിക്കാനൊക്കെ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പുറത്തുനിന്ന് നമുക്ക് വണ്ടി നിർത്തി ഇറങ്ങിപ്പോയി വാങ്ങാനൊന്നും പറ്റില്ലല്ലോ. ഫുഡൊക്കെ അപ്പം നമുക്ക് പറ്റുവാണെങ്കിൽ ഓർഡർ ചെയ്ത് മേടിച്ച് കഴിക്കട്ടെ. ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കാതിരിക്കും. എന്തോരം ടൈമാണ് നമ്മൾ ഇരിക്കുന്നത്, അത്രയും നേരം നമ്മൾ ഫുഡ് കഴിക്കാണ്ടിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ടോയ്ലറ്റ് കാര്യങ്ങൾ പോലും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുവരെ പിടിച്ച് എന്തോരം നേരം നമുക്ക് നിൽക്കാൻ പറ്റുന്നതാണ് ചലഞ്ച്. അപ്പോൾ നമുക്ക് എന്തായാലും ചലഞ്ച് ചെയ്ത് നോക്കട്ടെ ഗൈസ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഒരു അടിപൊളി സ്ഥലം കണ്ടുപിടിക്കണുണ്ടോ. എന്നിട്ട് വേണം വണ്ടിയായിട്ട് നമുക്ക് അവിടെ സമയം ചിലവഴിക്കാനായിട്ട്. പറ്റുവാണെങ്കിൽ നമുക്ക് ചൂണ്ടിയിടാനുള്ള ഒരു സ്ഥലവും കൂടെ കണ്ടുപിടിക്കണുണ്ടോ. അപ്പോൾ ചൂണ്ടിയിടാനുള്ള ഐറ്റംസ് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ അതും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ഒരാളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു പുഴയുടെ തീരത്തൊക്കെ ആയിട്ട് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 10:30 ടൈമിലൊക്കെയാണ്. ഇപ്പോൾ ഒരു 11 ടൈമിലായപ്പോൾ ഞാൻ കുറച്ച് നേരമായി ഇവിടെ വന്നിട്ട്. അപ്പോൾ ഞാൻ ഫോണിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു മഴയ്ക്കുള്ള കോളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചലഞ്ച് ചെയ്യാൻ പറ്റാതായി പോവും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം നമുക്കിവിടെ ഇരുന്നിട്ട് ഒരു മീൻ പിടിക്കാം. ഇവിടെ നമുക്ക് ചൂണ്ടിയിടാൻ പറ്റില്ല കേട്ടോ, കാരണം വണ്ടി അവിടം വരെ ഇറങ്ങിപ്പോവില്ല. അപ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളെ ചലഞ്ച് ചെയ്യുന്ന ഔട്ടാവൂലേ. അപ്പോൾ വണ്ടി ചെല്ലുന്ന ഒരു കടമുണ്ട് അപ്പുറ സൈഡിൽ. വണ്ടി നമുക്ക് ചൂണ്ടയിടുന്ന അടുത്ത് വരെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വണ്ടിയിൽ നിന്ന് ചൂണ്ടയിടാം. ഇപ്പോൾ 11:30 ആയുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ പുഴ. അപ്പോൾ നല്ല നോയ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ മൈക്കില്ല. അപ്പോൾ നല്ല വെള്ളത്തിൻ്റെ ഒക്കെ ഇതിലേക്ക് തോടൊഴുകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പുറത്തു നിന്നുള്ള നല്ല നോയ്സ് സൗണ്ടൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ കയ്യിൽ മൈക്കില്ലാത്തതുകൊണ്ട് ഈ പുറമേ നിന്നുള്ള നോയ്സുകൾ ഭയങ്കര, ഈ പക്ഷികളുടെ സൗണ്ടൊക്കെ ധാരാളമായിട്ട് വീഡിയോയിൽ കയറി വരുന്നുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താണ് വീഡിയോയിൽ പറയുന്നതെന്നും ചില സമയത്ത് കേൾക്കാൻ പറ്റില്ല. എൻ്റെ എല്ലാ വീഡിയോയിലും തന്നെ ഉണ്ട്, കാരണം നമ്മൾ മൈക്കൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇനി അത് മൈക്കൊക്കെ മേടിച്ച് ഒരു നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് മൈക്ക് മേടിക്കാനുള്ള ഒരു സെറ്റപ്പില്ല. അപ്പം ഇപ്പോൾ തൽക്കാലം ഈ വീഡിയോയിൽ നിങ്ങൾ ക്ഷമിക്കുക. ഈ വീഡിയോയിലൊക്കെ നല്ല നോയ്സ്, കാരണം ഇവിടെ സൈഡിലൊരു തോടൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ അതൊക്കെ ഒന്ന് തൽക്കാലം ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക്, മുന്നോട്ടുള്ള വീഡിയോയിലേക്ക് മൈക്കൊക്കെ മേടിച്ച് നന്നായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മീൻ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഞാൻ ഇത്രയും നേരമായിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതുവരെ മീനൊന്നും കൊത്തിയിട്ടില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ചൂണ്ടയിടാൻ പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി. ഞാൻ വണ്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വണ്ടിയിൽ തന്നെ ഇരുന്ന് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മീനൊന്നും കിട്ടുന്നില്ല ഗൈസ്. അവിടെ ഒരു ചേട്ടനൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലം കണ്ടോ, ആ പാലത്തിൻ്റെ അടിയിൽ. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം നമ്മൾ ചലഞ്ചിലല്ലേ ഗൈസ്. അപ്പോൾ ചൂണ്ടയിട്ട് മടുത്തു, മീനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോയി നല്ലൊരു സ്ഥലത്ത് പോയി റെസ്റ്റ് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, മീൻ ഇത്രയും നേരം ഇട്ടിട്ട് ഒന്നും കൊത്തുന്നില്ല. ഞാൻ മൈദയും കൊണ്ടുവന്നായിരുന്നു. പിന്നെ ഈ കടയിൽ നിന്ന് മേടിച്ച മറ്റേ ഈ വേംസിൻ്റെ ഒക്കെ ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടു, പക്ഷെ ഒന്നിലും കൊത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ്ട, വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കും തൽക്കാലം ഇവിടെ നിന്ന് മാറിയിരിക്കാം നമുക്ക് കുറച്ച് നേരം ഗൈസ്. അപ്പോൾ അവിടെ മീനൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വന്നേക്കോട്ടെ. അപ്പോൾ ഇവിടെയും തൊട്ടടുത്ത് തന്നെ പുഴയാണ്. അപ്പോൾ എൻ്റെ പുറകിലൂടെ പുഴ ഒഴുകുന്ന കണ്ടില്ലേ. അപ്പോൾ ഇവിടെ വണ്ടിയിൽ ഞാൻ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ വണ്ടിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നേരം പോക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊരു ചലഞ്ചല്ലേ. അപ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങനെ പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്കങ്ങനെ വിശക്കുന്നില്ല കേട്ടോ. രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും വിശക്കുവാണെങ്കിൽ നമുക്ക് വൈറ്റ് സൈഡിൽ കാണുന്ന ഏതെങ്കിലും
കടയിൽ നിർത്തി നമുക്ക് മേടിച്ച് കഴിക്കും. ഈ ബജ്ജിക്കടയൊക്കെ കാണുമല്ലോ, അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ വിശക്കുവാണെങ്കിൽ മേടിച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ എത്ര നേരം ഇനി ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. എന്നാ ഇപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്. ഞാൻ വണ്ടിയിൽ തന്നെ കേട്ടോ ഇരിക്കുന്നത്, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ല, വണ്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വണ്ടിയിൽ നമ്മൾ ഇന്നലെ തന്നെ പെട്രോൾ അടിച്ച് ഫുള്ളാക്കി വെച്ചതാണ്. ഫുള്ളല്ല, 300 രൂപയ്ക്ക് അടിച്ചതാണ്. അപ്പോൾ വലിയ ഓട്ടമൊന്നും ഓടുന്നില്ലല്ലോ, ഇതുപോലെ വന്നിരിക്കുകയല്ലേ. അപ്പോൾ ഇന്നലെ തന്നെ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ ഇന്നലെ തന്നെ നമ്മൾ ചൂണ്ടയും മേടിച്ചായിരുന്നു. എവിടെയെങ്കിലും പോയി ഇങ്ങനെയുള്ള സ്ഥലം നമുക്ക് ഇതുപോലെ സ്ഥലങ്ങൾ ഇടാൻ പറ്റുമെന്ന് അറിയാമായിരുന്നു. അപ്പം മീനൊന്നും കിട്ടിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ നമുക്കിവിടെ കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് വൈകിട്ടാകുമ്പോഴത്തേനും നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവാം. ഗൈസ്, അപ്പോൾ അതേ സമയം 6 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതേ തൊട്ടടുത്തൊരു ബജ്ജിക്കടയുണ്ട്. അപ്പോൾ നമുക്ക് കടയിൽ പോയി ബജ്ജി കഴിക്കാം. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമൊന്നും വേണ്ട, വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ കഴിക്കാൻ പറ്റുന്ന കടയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിക്കാം കേട്ടോ. 2 മുട്ട 2 മുളക് തന്നെ കഴിക്കാൻ. എത്ര കഴിക്കാം ഗൈസ്? ദേ സമയം 8 മണി ആയിട്ടോ. അപ്പോൾ നമ്മളിപ്പോഴും ചലഞ്ച് അവസാനിപ്പിച്ചിട്ടില്ല, ചലഞ്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം, ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ദേ അങ്ങനെ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മേ ഞാനൊരു ചലഞ്ച് ചെയ്യാൻ പോയതാ, 24 hours 2-wheeler ചലഞ്ച്. അപ്പോൾ ഗൈസ്, ഡേ നമ്മളിപ്പോഴും വണ്ടിയിൽ തന്നെയാണ്, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. ചലഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കഴിക്കാം കേട്ടോ. കാരണം ഇങ്ങോട്ട് കൊണ്ടുതരാൻ പറഞ്ഞാൽ മതിയല്ലോ, വീട്ടിൽ നിന്ന് കഴിക്കാം. അപ്പോൾ നമുക്ക് മാക്സിമം ഇനിയും എത്ര നേരം ഇരിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ആദ്യമായിട്ടാണ് ഒരാൾ 24 hours 2-wheeler ചലഞ്ച് ചെയ്യുന്നത് കേട്ടോ. കാർ ചലഞ്ചൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ 2-wheeler ചലഞ്ച് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ഫസ്റ്റ് ടൈം ആയിട്ട്. അപ്പോൾ അത് ആദ്യമായിട്ട് ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും. അപ്പോൾ അമ്മ ചോറുണ്ട്, ഞാൻ ഇന്നൊന്നും കഴിച്ചില്ല, ചോറെടുത്തതാ എനിക്ക്. അപ്പോൾ ഗൈസ്, സമയം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ഇത്രയും നേരം ഞാൻ ഫോണിൽ പടന്നുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി ചോറുണ്ണാം ഗൈസ്. അമ്മ ചോറ് കൊണ്ടുപോവാ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചോറൊന്നും കഴിച്ചില്ല കേട്ടോ, ബജ്ജിയാണ് ആകെ കൂടെ കഴിച്ചത്. അപ്പോൾ 9:30 ആയപ്പോൾ നമ്മൾ ചോറിനാൻ പോവാണ് ഗൈസ്. നല്ല മീൻ വറുത്തൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് കാണാം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ചലഞ്ച് വൈൻഡപ്പ് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോകണം, കാരണം 10 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയും നേരം ഉള്ളൂ നമ്മളെ കൊണ്ട് ഇരിക്കാൻ പറ്റുള്ളൂ, ഇനി ഇരിക്കാൻ പറ്റൂല, ഇപ്പം തന്നെ ഓവറായി ഗൈസ്. അപ്പോൾ ചലഞ്ച് അവസാനിപ്പിക്കാൻ പോകണം, ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോകട്ടോ ഗൈസ്. അപ്പോൾ ചലഞ്ച് അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ 10 മണിയായി, ഞാൻ കാണിച്ചില്ല സമയം. ഗൈസ്, 10:15 സമയം. അപ്പോൾ നമ്മൾ ചലഞ്ച് എന്നാലും വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഈ ചലഞ്ച് വീഡിയോ. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ചലഞ്ച് ചെയ്താണ് 2-wheelerൽ 24 hours. അപ്പോൾ കാറിലൊക്കെയാണ് ആൾക്കാർ സാധാരണ ചെയ്യാറ്, ആദ്യമായിട്ടാണ് 2-wheeler ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ലൊരു സപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.